11 ഡിസംബറിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുന്ന 18,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ട്രേഡായിരുന്നു, ആ ഒരു ട്രേഡിലായിരുന്നു പ്രോഫിറ്റ് അടിച്ചത്. രണ്ടാമത്തെ ട്രേഡ് വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ കണ്ടവർ ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 24,689.4 ആ റേഞ്ചിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയാസ് ഒന്നും നിയറസ്റ്റ് ആയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു 24,900 സംതിങ്ങിൻ്റെ മുകളിലേക്കാണുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ ലെവലിനാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്ത്, ഇന്നലെയും മാർക്കറ്റ് മൂവ് ചെയ്ത്. ഇന്ന് നമ്മൾ ആ ഒരു ലെവലിന് ട്രേഡ് എടുത്തിട്ടാണ് പ്രോഫിറ്റ് എടുത്തത്. അപ്പോൾ ഇൻറ്റേർണലി ഒരു ഏരിയ നോക്കുകയാണ് 24,689. അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. 24,295 ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്കുമായിരിക്കും പ്ലാൻ ചെയ്യുക. ഇതൊരു പ്രോപ്പർ ഐഡിയക്സ് ഏരിയ ആണ്. അതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുന്ന സമയത്ത് 52,850 നമ്മൾ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്ത ലെവലാണ്. ആ ലെവലിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ മുകളിലേക്ക് പ്ലാൻ ചെയ്യും. ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇൻറ്റേർണൽ ലെവലാണ്. ഇൻറ്റേർണൽ ലെവലിൻ്റെ 53,775 ഇതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കുമായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണിപ്പോൾ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ചും കൂടി മുകളിലാണ്. അല്ലെങ്കിൽ അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് തന്നെ ആയിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. 24,978 ആ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്കാണെങ്കിലും ഒരു അറ്റംപ്റ്റ് നമുക്ക് താഴേക്ക് നോക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇത്തരം ലെവലുകളിൽ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. സെക്കൻഡ് അറ്റംപ്റ്റ് അന്നത്തെ ദിവസം മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്ന ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചായിരിക്കും ട്രേഡ് ചെയ്യുക. എനിവേ, താങ്ക് യു, ബൈ.